ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സിഫി. ഞാൻ ഫീത. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഹാൻഡ് എംബ്രോയിഡറി ബേസിക്സിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏതൊക്കെ സ്റ്റിച്ചസാണ് ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ത്രെഡ് മേലേക്ക് എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മേലെ ഭാഗത്തു നിന്നും ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ തായം ചെയ്തെടുക്കുകയാണ്. ഇതേ രീതിയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ലാസ്റ്റ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ ക്രോസ് ആയിട്ട് നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് കിട്ടും. ഇത് ഞാൻ ഈ ഒരു ലൈൻ ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. ഹെറിംഗ് ബോൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ത്രെഡ് എടുത്തതിന് ശേഷം നീഡിൽ ഇതേപോലെ താഴ്ന്ന് മേലേക്ക് നമ്മളൊന്ന് പുള്ള് ചെയ്തിട്ട് അതിനൊരു ലൂപ്പ് ചെയ്തിട്ട് ത്രെഡ് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ വീണ്ടും നീഡിൽ പുള്ള് ചെയ്തതിന് ശേഷം ത്രെഡ് ലൂപ്പ് ചെയ്തിട്ട് വലിച്ചു കൊടുക്കുക. ഇതേ പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രോസ് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഡയഗണലായിട്ട് നമുക്ക് ആദ്യം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കും നമുക്ക് ഇതേ സ്റ്റിച്ച് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വരുന്ന സ്റ്റിച്ചസൊക്കെ നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ ലാസ്റ്റ് പോയിൻറ്റുകൾ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ഹെറിംഗ് ബോൺ സ്റ്റിച്ചിൻ്റെ മറ്റൊരു വേരിയേഷൻ കൂടിയാണ് കേട്ടോ ഇത്. ഈ സ്റ്റിച്ച് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ലൈൻ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രോസ് സ്റ്റിച്ച് ഞാൻ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യാം. ഫ്രഞ്ച് നോട്ടിന് വേണ്ടിയിട്ട് ത്രെഡ് മേലേക്ക് എടുത്തതിന് ശേഷം നീഡിലിൻ്റെ മേലെ നമ്മൾ 2 ലൂപ്പ് ഇട്ടിട്ട് നീഡിലിൻ്റെ താഴേക്ക് പുഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേ രീതിയിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യുന്ന ഫ്രഞ്ച് നോട്ടിൻ്റെ കട്ടി കൂടിയിട്ടാണ് മേലെ ലൂപ്പ് വേണ്ടതെന്നുണ്ടെങ്കിൽ ലൂപ്പ് എണ്ണം കൂട്ടി കൊടുത്താൽ മതി. ഇതേ രീതിയിൽ ഓരോ പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൂപ്പ് ഇട്ടതിന് ശേഷം ആ ത്രെഡ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് താഴേക്ക് വലിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ബുള്ളിയൻ നോട്ട് ചെയ്യാം. ആദ്യം ഇതുപോലെ ലൈൻസ് വെച്ചിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് ഒരുപാട് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ആദ്യം നമ്മൾ നീഡിൽ ഇതേ രീതിയിലൊന്ന് പുഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ 6 തവണ ലൂപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന ത്രെഡിനെ നമ്മൾ മാക്സിമം മേലേക്ക് പുൾ ചെയ്തതിന് ശേഷം നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ലൂപ്പ് ചെയ്തിട്ടുള്ള ത്രെഡിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ചെരിച്ച് കൊടുക്കുക. അങ്ങനെ ചെരിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ നീഡിലിനെ താഴേക്ക് ഇറക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് നല്ല റോസ് ഫ്ലവേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ബുള്ളിയൻ നോട്ടിൻ്റെ ഫ്ലവേഴ്സും അതേപോലെ ഫ്രഞ്ച് നോട്ടിൻ്റെ ഫ്ലവേഴ്സും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോസ് കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.